ഇപ്പോൾ ചാലക്കുടി ചങ്ങാതി അതിൽ മെയിൻ റോൾ പുള്ളിക്കായെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മെയിൻ റോൾ പുള്ളി കിട്ടിയിട്ട് പിന്നെ പോയെന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ പുള്ളി പറയണം, എനിക്ക് ഉറപ്പില്ല. ഒരു സീനത്ത് അഭിനയിച്ചിട്ടുണ്ടാകും. എന്തൊക്കെ വന്നാലും കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ്. നമുക്ക് ഞാൻ കണ്ടു ജാങ്കോ സ്പേസ്. അഭിലാഷ് ചേട്ടൻ ബേസിക്കലി നല്ലൊരു കഴിവുള്ള കലാകാരനാണ്. അത് പുള്ളിയുടെ അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. നല്ലൊരു ഇൻ്റർവ്യൂ ആയി ഞാൻ കണ്ടിട്ട് പുള്ളിയെ വിളിച്ചു പറഞ്ഞു. നല്ല കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ്. ഒരുപാട് ഫ്ലവേഴ്സ് ടി വിയിലും മറ്റേ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് സിനിമയിൽ കയറാൻ അങ്ങനെ ചാൻസ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ടാവാം കുറച്ച് കോമാളിത്തരം ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചാലക്കുടി ചങ്ങാതി അതിൽ മെയിൻ റോൾ പുള്ളിക്കായെന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മെയിൻ റോൾ പുള്ളി കിട്ടിയിട്ട് പിന്നെ പോയെന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ പുള്ളി പറയണം, എനിക്ക് ഉറപ്പില്ല. ഒരു സീനത്ത് അഭിനയിച്ചിട്ടുണ്ടാകും. എന്തൊക്കെ വന്നാലും കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ്. മിമിക്രി തന്നെ ചെയ്യും, സംസാരിക്കാൻ അറിയാം, അഭിനയിക്കും. നല്ല കഴിവുള്ള ഒരു കലാഭവമണിയിലെ പോലെയുള്ള ഒരു കഴിവുള്ള ഒരാൾ തന്നെയാണ്. ഇതിൽ കുറച്ചുകൂടെ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല നടന്ന ഇനിയും ചാൻസ് ഉണ്ട്, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ജാങ്കോ സ്പേസിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന അവർ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്ന വളരെ ഓരോ കഴിവുള്ള കലാകാരൻ തന്നെയാണ്. അല്ല, പുള്ളി കലാഭവനിൽ നേരിട്ട് കണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞു നടന്ന ആളാണ്. ഇങ്ങനത്തെ കലാഭവനിൽ പഠിക്കുന്ന പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ സിനിമാക്കാർ പുള്ളിക്ക് നല്ല ചാൻസ് കൊടുക്കുക. കഴിവുണ്ട്, അർപ്പണം വന്ന ഹാർഡ് വർക്കിംഗ് ആണ്, എല്ലാം. പെരേരയ്ക്കും കഴിവുണ്ട്. മോണോ ആക്റ്റും പല ഇപ്പോൾ എന്താണ് ഉമ്മൻചാണ്ടിയുടെ ഒരു സംഭവം ചെയ്തു. പിന്നെ ഒരു വയസ്സായ 70-ാം വയസ്സ് പ്രണയമെന്നാണ് ചെയ്തു. പുള്ളിക്ക് അഭിനയ കഴിവിലുണ്ട്. പലരും പറയും പെരേരയ്ക്ക് കഴിവില്ല പറയും, പക്ഷേ പെരേരയ്ക്ക് കഴിവുണ്ട്, പലരും നന്നായി ചെയ്യുന്നുണ്ട്. എന്തായാലും പെരേരയും സിനിമയിലേക്ക് കയറി വരട്ടെ. ഒരുപാട് നാൾ പുള്ളി ജൂനിയർ ആർട്ടിസ്റ്റായി നടന്ന ആളാണ്. അല്ലല്ല, അങ്ങനെ പറഞ്ഞെങ്കിലും പെരേര അത് നമ്മൾ പല റീച്ചിന് വേണ്ടി മറ്റുള്ള പറയാം. പെരേര ബേസിക്കലി ഒരു പാവം തന്നെയാണ്. അവൻ നല്ല മെടുക്കൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ബുദ്ധിപരമായിട്ട് പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ബുദ്ധിമാൻ തന്നെയാണ്. അല്ലെങ്കിൽ അവൻ സ്വന്തമായി വൈറലായ ആളാണ്, പ്ലാൻ ചെയ്ത് വൈറലായ ആളാണ്. അവനും സിനിമയിലൊക്കെ ചാൻസ് കിട്ടുന്നുണ്ടാണ്. ഞാൻ ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഉമ്മൻചാണ്ടിയുടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 70 വയസ്സിൻ്റെ അന്ന് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവൻ അഭിനയ കഴിവുകളുണ്ട്. നല്ലൊരു ഡയറക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു നടനായി മാറും. അന്നൊന്നും വലിയ അഭിനയം തോന്നിയില്ല. പക്ഷേ ഇപ്പം ഞാൻ പലതും കണ്ടപ്പോൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മിമിക്രി മറ്റേ പട്ടണ ഭൂതലിലെ മമ്മൂട്ടിയുടെ സൗണ്ടും പിന്നെ കാവ്യമാരൻ്റെ മിമിക്രി നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ സിനിമയോടെ ആക്ടിങ്ങിനോടൊന്നും വലിയ ഇതൊന്നുമില്ല. ആട്ടായാലും കയറട്ടെ. ആട്ടായും പെരേരെല്ലാം അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ കയറണം, നടനാവണം, ഭയങ്കര ആഗ്രഹമാണ്. അവരിൽ കയറി രസപ്പെടട്ടെ. പെരേര ദിലീപ് ഏട്ടൻ്റെ വലിയ ഫാനാണ്. അതുപോലെ എല്ലാം ആയി മാറട്ടെ.